Hello, welcome to Market Discussion of the Day. Today, March 12, 2025, Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ഫണ്ടമെൻ്റൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഒരുപാട് കലണ്ടർ ബേസ് ചെയ്യുന്നതല്ലാത്ത തന്നെ ആയിട്ടുള്ള ഒരുപാട് ഫണ്ടമെൻ്റൽസ് നടക്കുന്നുണ്ട്. മാർക്കറ്റിൽ നിങ്ങൾ രാവിലെ കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, വലിയ വലിയ മൂവ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ കുറച്ച് ലേറ്റായത്. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ എല്ലാ ചൊവ്വാഴ്ചയും സ്റ്റാർട്ട് ചെയ്യുന്ന ക്രാഷ് കോഴ്സ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട്. അവർക്കൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു വീക്കെൻഡിൽ. സോ അതുകൊണ്ടിട്ട് എനിക്ക് എല്ലാവർക്കും ഞാൻ ഇന്നത്തെ ദിവസം ഇന്ന് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സോ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. നാളെ വൈകുന്നേരം ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സീരിയസ് ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ന് വരാനായിട്ടുള്ള ന്യൂസുകളെ പറ്റി, ഇന്ന് നമുക്ക് ഈ ആഴ്ചയിലെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരുപാട് അല്ലാതെ പല ന്യൂസുകളും വരാനായിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസിലോട്ടും പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ താരിഫ്, ചൈന US തമ്മിലുള്ളൊരു താരിഫിന് ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള 135% എന്ന് പറയുന്നത് ഒരു ധാരണയിലെത്താനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഈ വീക്കിലുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കലണ്ടർ ബേസ് ചെയ്തിട്ടല്ലാതെ വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് ഈ പറയുന്ന താരിഫിന് ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. ഓക്കെ, സോ അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച നടക്കാൻ പോവുകയാണ്. അവർ റഷ്യ ഉക്രൈനും തമ്മിൽ. US റഷ്യയുടെ അടുത്ത് സീസ് ഫയർ വേണമെന്ന് പറഞ്ഞു, പക്ഷേ റഷ്യ അത് നിരസിച്ചു. റഷ്യ പറഞ്ഞു എന്താണ്, ചർച്ച മതി എന്നുള്ളൊരു കാര്യം ആണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ, സോ അങ്ങനെ കുറേ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് 2 മേജറായിട്ടുള്ള ഫണ്ടമെൻ്റൽ സൈഡ്. എന്താണ്, നമുക്ക് കലണ്ടർ ബേസ് ചെയ്തല്ലാതുള്ള കാര്യം. കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ പ്രഡിക്റ്റബിൾ ആണല്ലേ, ഇന്ന സമയത്ത് ഇന്നൊരു ന്യൂസ് വരും, ആ സമയത്ത് മാറി നിൽക്കുക. പക്ഷെ ബാക്കിയൊന്നും പ്രഡിക്റ്റബിൾ അല്ല, എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു ന്യൂസുകളാണ്. ഓക്കെ, സോ നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളൊന്നും ഉണ്ടായിട്ടല്ല മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത്. കംപ്ലീറ്റ് ആയിട്ടും അതൊരു ടെക്നിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണ്. ടെക്നിക്കൽസ് വർക്ക് ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, സോ നാളെ നമുക്ക് ചൊവ്വാഴ്ച CPIയുടെ ന്യൂസ് ഉണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് CPI വരുന്നത്. സോ ഫോർകാസ്റ്റ് വന്നിട്ട് -0.1%, എന്താ പറയുക, ആക്ച്വലി വന്നിട്ട് -0.3%. എന്താ പ്രീവിയസ് വന്നിട്ട് -0.1%, ഫോർകാസ്റ്റ് വന്നിട്ട് 0.03%ആണ് കിടക്കുന്നത്. അത് തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവത്തില്ല. നാളെ ഉച്ചയ്ക്ക് UK ടൈമിംഗ് 1:30 മണിക്ക് മാറി നിൽക്കുക. ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് തോന്നുന്നു 6 മണി ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ എക്കണോമിക് കലണ്ടർ ഏത് സ്ഥലത്താണോ അത് നോക്കിയാലും മതിയാവും. ഓക്കെ, ബുധനാഴ്ച എല്ലാ ദിവസവും എല്ലാ ബുധനാഴ്ചയും വരുന്നത് പോലെ നമ്മുടെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. വ്യാഴാഴ്ച നമുക്ക് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. സോ GDP അനൗൺസ്മെൻറ്റും CPIയും ഒരേ വീക്കിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മണിക്ക് GDP അനൗൺസ്മെൻറ്റ് നമ്മുടെ UK എന്നുള്ള GDP അനൗൺസ്മെൻ്റ് ആണ് വരുന്നത്. രാവിലെ 7:30 മണിക്കാണ് GDP വരുന്നത് UKയുടെ. ഓക്കെ, സോ US നിന്ന് വരുന്നത് റീറ്റെയിൽ സെയിൽസ് ആണ്. ഓക്കെ, റീറ്റെയിൽ സെയിൽസ് വന്നിട്ട് ഉച്ചയ്ക്ക് 1:30 മണിക്ക് റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ US എന്നുള്ള CPIയും റീറ്റെയിൽ സെയിൽസും ഒരേ വീക്കിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ആഴ്ചയിലത്തെ. ഓക്കെ, സോ അതിനുശേഷം വ്യാഴാഴ്ച വരുന്നത് പോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് ഉണ്ട് വ്യാഴാഴ്ച. ഓക്കെ, സോ വ്യാഴാഴ്ച ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഡേ ആയതുകൊണ്ടിട്ട് തന്നെ വ്യാഴാഴ്ച നമുക്ക് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. വെള്ളിയാഴ്ച നമുക്ക് രാവിലെ എന്താണ്, നമ്മുടെ ജപ്പാനിൽ നിന്ന് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. ജാപ്പനീസ് യെൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രം അപ്പോഴൊന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അത് എന്താ പറയുക, ഫ്രൈഡേ
തുടക്കം മാർക്കറ്റ് ഓപ്പണിംഗ് സമയത്തായിരിക്കും കേട്ടോ. ഓക്കെ, സോ ഇന്ത്യൻ ടൈമിംഗ് ഒക്കെ മാർക്കറ്റ് നമ്മളൊക്കെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് എഴുന്നേൽക്കുന്നതിന് മുന്നേ ആയിരിക്കും ഈ ഒരു ന്യൂസ് വരുന്നത്. അപ്പം വ്യാഴാഴ്ചയെ JPY മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് നമ്മുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് എനിക്ക് പറയാനായിട്ടുള്ള ന്യൂസുകൾ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസും കൂടെ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ബുധനാഴ്ചയാണ്, ട്യൂസ്ഡേ, നാളെ യൂറോ ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, സോ യൂറോപ്പിൽ നിന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. അതോടെ യൂറോ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ന്യൂസുകളും വരാനായിട്ടും ഇരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം തള്ളിക്കളയാതിരിക്കുക. ഓക്കെ, സോ ഇതാണ് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ടെക്നിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കരമായ ഒരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ മാർക്കറ്റിൽ ഉണ്ടായി അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ടും സാധിച്ചു അല്ലേ. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ JPY വരുമ്പോൾ JPY വന്നിട്ട് 148.350 എന്ന് പറയുന്നൊരു റേഞ്ചിൽ നിൽക്കുകയാണ് ഇപ്പം. സോ അവിടുന്ന് ഇത് എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. സോ നമ്മുടെ യൂറോപ്യൻ സെഷൻ വരുന്ന സമയത്ത് 148 താഴെയാണ്. യൂറോപ്യൻ സെഷൻ അല്ല, നമ്മുടെ US സെഷൻ വരുന്ന സമയത്ത് 148 താഴെയാണെങ്കിൽ 148 അവിടെ നമുക്കൊരു സെല്ല് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് JPY നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ഇല്ലെങ്കിൽ താഴോട്ട് മാർക്കറ്റ് വന്ന് 142 റേഞ്ചിലോട്ട് വീണ്ടും വരണം. 142 അല്ലെങ്കിൽ 144 റേഞ്ചിൽ മൈനർ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPY പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഞാൻ നമ്മുടെ എന്താ പറയുക, നമ്മുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.10892 ആ റേഞ്ചിലാണ് യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ യൂറോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1.100 തന്നെയാണ് ഏറ്റവും നല്ലൊരു സപ്പോർട്ടുള്ളത്. അവിടുന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബൈ ഉണ്ട്. അവിടുന്ന് ബൈ എടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.100 തന്നെ ഇന്ന് തന്നെ എത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ടിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കത് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഉറപ്പായിട്ടും റഷ്യ-ഉക്രൈൻ വാറെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പായിട്ടും ഇവിടെ ഒന്നും നിൽക്കില്ല. മാർക്കറ്റ് അതിലും താഴെ പോയി നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യുക. ഓക്കെ, സോ GBPയിലോട്ട് വരുമ്പം GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.31705 റേഞ്ചിലാണ്. ഓക്കെ, GBP ഒറ്റയടിക്ക് താഴെ പോകുന്നതൊക്കെ നമുക്ക് കാണാം. GBP നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1.300 വരുമ്പോൾ അവിടുന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബൈ ഉണ്ട്. ഓക്കെ, സോ അവിടുന്ന് ബൈ എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു 1 ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പകുതി 1.5 ലോട്ട് 1.300 അത് മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോയാൽ 1.3800 ബാക്കി നമുക്ക് എടുക്കാം എന്നുള്ളതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്താ പറയുക, നമ്മുടെ യൂറോ ആയിരിക്കും ഫസ്റ്റിൽ താഴെ പോവുക. ഓക്കെ, അതിനുശേഷമായിരിക്കും GBP പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം ഉക്രൈൻ റഷ്യ ചർച്ച ഉറപ്പായിട്ടും അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും യൂറോനെ അഫക്റ്റ് ചെയ്യും. അത് താഴോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് എന്തൊക്കെയോ ജം ഡൗൺ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. എല്ലാം ജം ഡൗൺ, GBP ആണെങ്കിലും യൂറോ ആണെങ്കിലും നമ്മുടെ എന്താ പറയുക ഗോൾഡ് ആണെങ്കിലും ജം ഡൗൺ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, മാർക്കറ്റ് നല്ല താഴോട്ട് വന്നു. മാർക്കറ്റ് അവസാനിച്ചത് 3324 മാർക്കറ്റ് ഓപ്പൺ ആയത് 3270 റേഞ്ചിലൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഓക്കെ, 3280 റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അത് എന്തെടുത്ത് ചോദിച്ചാൽ എനിക്ക് സത്യത്തിൽ അറിയില്ല എന്തുകൊണ്ടാണ് അത്രയും ഒരു ജം ഡൗൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂറോയിൽ നല്ലൊരു ഗോൾഡിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 3180 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് വരിക. 3200 വന്നാലും നമുക്ക് ചെറിയൊരു ലോട്ട്, ഒരു 0.3 ലോട്ട് 3200-ലും 3180-ലും ബാക്കി 0.7 ലോട്ടും നമുക്ക് ഇടാം എന്നുള്ളതാണ് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരിൽ എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. ഞാൻ ഒരു പൊസിഷനും ഗോൾഡിൽ എടുത്തിട്ടില്ല. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്.
ഓക്കെ. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഗോൾഡ് ഒരു പിടിയും കിട്ടുന്നില്ല. 3180 നല്ലൊരു ബൈ പോയിന്റ് ആണ്. കാരണം അവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് 3180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അവിടെ നിന്ന് താഴോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ത് ചെയ്യണം? ഗീവപ്പ് ചെയ്യണം. അവർ ഗീവപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അൺലെസ് നമ്മുടെ ചൈന US താരിഫിൻ്റെ ഒരു തീരുമാനമാകുന്നത് വരെയെങ്കിലും അവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഇന്നത്തേക്കുള്ള എൻട്രി എന്താണെന്ന് വെച്ചാൽ 3180 തന്നെയാണ്. അവിടുന്ന് നമുക്കൊരു ലോങ് ടേം എൻട്രി ആണ്. അവിടുന്ന് നമുക്ക് കുറച്ച് ലോങ്ങർ ടേമിൽ വേണമെങ്കിലും നമുക്ക് മാർക്കറ്റിൽ ഹോൾഡ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.